ഓണമെത്തി, പൂവിപണി സജീവമായി. കോട്ടയം തിരുനക്കരയിൽ പതിവ് തെറ്റാതെ പൂക്കളുടെ വിൽപ്പനയ്ക്കായി തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാർ എത്തിക്കഴിഞ്ഞു. തിരുനക്കരയിൽ ഓണക്കാലത്ത് വഴിയുടെ ഇരുവശവും വസന്തം വിരുന്നെത്തുന്ന പ്രതീതിയാണ്. പൂക്കളമിടാൻ പൂക്കൾ മുറ്റത്തില്ലെങ്കിലും മലയാളികൾക്ക് ഓണക്കളമൊരുക്കാൻ വിപണിയിൽ വസന്തമൊരുങ്ങി. തൊടിയിൽ പൂവ് തേടി അലയാൻ കുട്ടികളില്ലെങ്കിലും വീടുകളിലും ജോലി സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആഘോഷം കേമമാക്കാൻ മലയാളി ഒരുക്കമാണ്. ബന്ദി, ജമന്തി, വാടാമല്ലി, അരളി, മുല്ല, റോസ്, ചെത്തി തുടങ്ങിയ പൂക്കളുടെ വലിയ നിര തന്നെയാണ് വിപണിയിലുള്ളത്. சாமந்தி 250, 300, வாழமல்லி 200, வாழமல்லி 600, 3 months ஆகும். 3 months பண்ணும். சொந்தது அங்க ரொம்ப கஷ்டம், மழை இல்லைங்க, மழை கஷ்டமா இருக்கு, ரொம்ப கஷ்டப்பட்டு கொண்டு வந்திருக்கோம். விலை ஜாஸ்தி சார், ரொம்ப ஜாஸ்தி. இங்க 27 years വന്നിരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വില കുറച്ച് കൂടുതലാണ്. ഓണം അടുക്കുന്നതോടെ ഓരോ ഇനത്തിനും 50 രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും വിലക്കയറ്റം ആഘോഷങ്ങളെ ബാധിച്ചിട്ടില്ല. പൂവിപണിയോടൊപ്പം സദ്യവട്ടങ്ങൾക്കായുള്ള ഒരുക്കങ്ങളും വിവിധ ഓണച്ചന്തകളും സജീവമായതോടെ നാടെങ്ങും ഓണത്തിരക്കിലേക്ക് അമർന്നു കഴിഞ്ഞു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.